നമഃ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മളുടെ ആധുനിക ശാസ്ത്ര പഠനം നടത്തുമ്പോൾ അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല പല സിംബൽസും ഉപയോഗിക്കാറുണ്ട്. ഗണിതശാസ്ത്രത്തിലായാലും ഭൗതികശാസ്ത്രം പറയുകയാണെങ്കിലും അതിനകത്ത് വളരെയധികം ഗ്രാഫുകൾ, ഇക്വേഷൻസ്, ഇതൊക്കെ ആയിട്ട് ഇക്വേഷൻസ് ഉപയോഗിക്കുമ്പോൾ ബ്രാക്കറ്റുകൾ, അതുപോലുള്ള സിമ്പിൾസ്, മേളിൽ എഴുതിയാൽ എങ്ങനെയാണ്, സ്ക്വയർ എന്ന് എഴുതിയാൽ എങ്ങനെയാണ്, ദി ഹോൾ സ്ക്വയർ എഴുതിയാൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കണക്കിൽ വളരെയധികം സിമ്പിൾസ് അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഡെൽറ്റ, ഫൈ, പൈ, സൈ എന്നൊക്കെ പറഞ്ഞ് പല സിമ്പിൾസ് ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം ചേർത്ത് നമ്മൾ അതൊക്കെ വാക്യങ്ങളായിട്ടോ വാക്കുകളായിട്ടോ അക്ഷരങ്ങളായിട്ടോ നമ്മൾ സാധാരണ ഈ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഭാഷകളെപ്പോലെ തന്നെ അതിനെയും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പഠനങ്ങളെല്ലാം നടത്തുന്നത്. സിമ്പിൾസ് ഇല്ലാതെ യാതൊരു ശാസ്ത്ര പഠനവും നടത്താൻ പറ്റുന്നില്ല. എന്താണ് സിമ്പിൾസിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിമ്പലിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നതാണ്. എങ്ങനെ? സാന്ദർഭികമായിട്ട് നമുക്ക് പറഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് വളരെയധികം വാചകങ്ങൾ അവിടെ പ്രയോഗിക്കേണ്ട സമയത്ത് ഇത് ഇൻഫിനിറ്റി എന്നൊരു സിമ്പൽ അങ്ങോട്ട് ഉപയോഗിച്ചു. ആകെപ്പാടെ ഒരു അക്ഷരം പഠിച്ചു വെക്കുന്നത് പോലെ അതിനകത്ത് കാര്യമുള്ളൂ. പക്ഷെ ആ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഇതില്ലായിരുന്നെങ്കിൽ, ഇൻഫിനിറ്റി എന്നുള്ള ഒരു വാക്കോ അല്ലെങ്കിൽ ഇതിന്റെ സിമ്പലോ, ആദ്യം വാക്കായിട്ടുണ്ട്. ഇൻഫിനിറ്റി എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ആശയം വളരെ വളരെ എക്സ്പ്ലെയിൻ ചെയ്താലാണ് നമുക്ക് മനസ്സിലാകുക. അത് ഇൻഫിനിറ്റി എന്നൊരു വാക്കിലേക്ക് കൊള്ളിച്ചുകൊണ്ട് അതിനെ നമ്മൾ ഒരു ശബ്ദം എന്നുള്ള നിലയിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇൻഫിനിറ്റി എന്ന് കേൾക്കുമ്പോഴത്തേക്കും അത്രയധികം എക്സ്പ്ലനേഷൻ എല്ലാം കൂടെ വന്നതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ഈ ഇൻഫിനിറ്റി എന്ന് എഴുതാനുള്ള ദൈർഘ്യം നോക്കാനാണെങ്കിൽ അതും വളരെ വലുതാണ്. അപ്പോൾ ഒരൊറ്റ എപ്പോഴും പ്രയോഗിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അതൊരക്ഷരം ആയിട്ട് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് ഒരു 8 തിരിച്ചിട്ടതുപോലത്തെ ഒരു സിമ്പൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ഇൻഫിനിറ്റി എന്ന് പറയാൻ നമുക്ക് എത്ര സ്ഥലം പറയാൻ എത്ര നേരം വേണ്ടി വന്നോ, എഴുതാൻ എത്ര സ്ഥലം വേണ്ടിയിരുന്നോ, ഇതിനെയൊക്കെ കുറച്ചുകൊണ്ട് നമ്മൾ ഒരു സിമ്പൽ അങ്ങോട്ട് ഉപയോഗിച്ചു. ഇത് പഠിച്ചു വരുമ്പോഴത്തേക്കും നമുക്കൊരു പുതുമ തോന്നുന്നില്ല. നമുക്ക് എല്ലാം ഫെമിലിയർ ആയിട്ട് തോന്നുകയാണത്. അതേപോലെയാണ് നമ്മളുടെ എല്ലാം സിംബലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ശാസ്ത്ര പഠനം അത് ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഓരോ പദങ്ങളും എന്താണ്? സിംബൽസ് ആണ്. അപ്പോൾ സിംബൽസ് എന്ന് പറയുന്നത് ഒരു പഠനത്തിന് ആവശ്യമായ കാര്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സിംബൽസ് ഒക്കെ എങ്ങനെയുള്ളതാണ്? ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള സിംബൽസ് ഒക്കെ പ്രത്യേകത എന്താണ്? അത് കാലദേശ വൈയക്തികമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉപയോഗത്തിലിരിക്കുന്നതും ഈ സ്ഥലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ ഇടപെടുന്ന ചെറിയ സമൂഹത്തിൽ ഉപയോഗിക്കുന്നതും ഒക്കെയായിട്ടുള്ള സിംബൽസിന് മാറ്റം വരും. ഈ സിംബൽസ് ഒരു വളരെയധികം രഹസ്യ സ്വഭാവമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചില
ഉപയോഗിക്കുമ്പോൾ അത് എന്താണ്? അത് രഹസ്യ ഭാഷയാകും. കോഡ് എന്നൊക്കെ പറയും. രഹസ്യം. എൻ്റെ മൊബൈലിൽ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ മാത്രമുള്ള കോഡായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള രഹസ്യ സ്വഭാവം വരുന്നത് കാരണം, അല്ലെങ്കിൽ അത് രഹസ്യം വളരെ അത്യാവശ്യം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ സമൂഹത്തിൽ ഉപയോഗിക്കുന്നു. വലിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള വലിയ പ്രദേശങ്ങളിൽ, ഒരു രാജ്യത്ത് തന്നെ പല ഭാഷകളുണ്ട്. പല ഭാഷകൾ പല സിമ്പലാണ് ശബ്ദങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ആ ശബ്ദങ്ങൾക്കും ശബ്ദങ്ങളുടെ ഏകീകരണം മൂലമുണ്ടാകുന്ന ഭാഷയ്ക്കും ഒക്കെ വ്യത്യാസം വരും. എന്താണ് കാര്യം? ഇതൊക്കെ മനുഷ്യനിർമ്മിതമായ സിമ്പൽസാണ്. മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ മേഖലകളിൽ, വിവിധ സമുദായങ്ങളായിട്ട് ജീവിക്കുന്ന കേരളം ഒരു സമുദായമാണ്. കൂട്ടം എന്നാണ് സമുദായം, ഒരു സൊസൈറ്റി. കേരളം എന്ന് പറയുന്ന സമുദായത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതല്ല തമിഴ്നാട് എന്നുള്ളൊരു സമുദായത്തിന്റെ ഒരു പരസ്പര ധാരണ. ഇതെല്ലാം ഭാഷകളെല്ലാം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭാഷകളെല്ലാം തന്നെ പരസ്പര ധാരണയിൽ, ഒരു കോംപ്രമൈസിലുണ്ടാകുന്നതാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകൾ. അപ്പോൾ മനുഷ്യരുടെ ഭാഷ എന്ന് പറഞ്ഞൊരു ഭാഷയില്ല. മനുഷ്യരുടെ ഭാഷ, മൃഗങ്ങളുടെ ഭാഷ, അങ്ങനെയുള്ള ഭാഷകൾ എന്നൊക്കെ പറഞ്ഞ് തിരിക്കുമ്പോഴും ഈ മനുഷ്യരുടെ ഭാഷ എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഏത് ഭാഷയിലാണ് മനുഷ്യരുടെ ഭാഷ എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾക്ക് മനസ്സിലാകും ഇത് മനുഷ്യരുടെ ഭാഷയാണോ മൃഗങ്ങളുടെ ഭാഷയാണോ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകും. പക്ഷെ ആ ഭാഷ മനസ്സിലായിട്ടല്ല. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക് ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ കേൾക്കുമ്പോൾ അത് നമ്മൾ പറയും മനുഷ്യരുടെ ഭാഷയാണെന്ന്. പക്ഷെ നമുക്ക് ആ ഭാഷ കേട്ടാൽ വല്ലതും മനസ്സിലാകുമോ? അപ്പം മനുഷ്യരുടെ ഭാഷയുടെ ഒരു ശൈലിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ സംഗീതത്തിന്റെ ഭാഷ ഏത് സംഗീതം, ഇംഗ്ലീഷ് ആണെങ്കിലും കൊള്ളാം, ഹിന്ദി ആണെങ്കിലും കൊള്ളാം, കന്നഡയാണെങ്കിലും കൊള്ളാം, മലയാളമാണെങ്കിലും കൊള്ളാം, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ സംഗീതം ആസ്വദിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ അതിന്റെ അർത്ഥമൊന്നും അറിയാൻ പറ്റുകയില്ല, ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിലുള്ള അർത്ഥമൊന്നും. അപ്പോൾ സംഗീതം കേൾക്കുന്ന ഒരു ഭാഷ, അത് പ്രയോഗിക്കുന്ന ഭാഷ, അത് പഠിക്കുന്ന ഭാഷ, ഇത് മൂന്നായിട്ട് തിരിയും. അപ്പോൾ അത് കേൾക്കുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് പഠിക്കുന്ന സംഗീതത്തിനൊരു ഭാഷയുണ്ട്. ആ സംഗീതം എന്നുള്ള ഭാഷ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ പഠിക്കണം. അതാണ് അതിന്റെ ഭാഷ. അത് പ്രയോഗിക്കുമ്പോൾ അത് വേറൊരു ഭാഷയാണ്. അതിന്റെ കൂടെ നമ്മളുടെ അനുഭവജ്ഞാനം കൂടി വരുമ്പോഴാണ് അതിന്റെ ഉള്ളിലുള്ള പ്രവർത്തനമാണത്. പഠിക്കുമ്പോഴോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. ഗുരുവിന്റെ അനുഭവം വേറെ, ശിഷ്യന്റെ അനുഭവം വേറെ. അപ്പോൾ ഗുരുവിന്റെ അനുഭവവും ശിഷ്യന്റെ അനുഭവവും ശരിയാകാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരു ഭാഷ ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ചിട്ട ചെയ്തു വച്ചിരിക്കുകയാണ്. മനുഷ്യൻ നിർമ്മിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരാള് അയാളുടെ ഉള്ളിലുള്ള ആശയങ്ങളെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ എത്ര അറിയാമോ അത് മുഴുവൻ പറയാൻ പറ്റുകയില്ല. അതിന്റെ ഒരു അംശം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഭാഷയുടെ ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ശിഷ്യൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ശിഷ്യന്റെ നാളതുവരെയുള്ള സംസ്കാരം, ശിഷ്യന്റെ ശീലം, ശിഷ്യന്റെ ആഗ്രഹം, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ഗുരു പറയുന്നത് അതേപടി സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും സ്വീകരിക്കാൻ ശിഷ്യന് പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാസന എന്ന് പറയുന്ന ഒരു പ്രയോഗം അവിടെ പ്രയോഗിക്കുന്നത്. വാസനയുള്ളയാൾ പെട്ടെന്ന് പഠിക്കും. എന്താണ് ഈ വാസന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുഷ്പത്തിന്റെ ഗന്ധമാണോ? അല്ല,
ഇവിടെ വേറൊരു സിമ്പൽ ഉപയോഗിച്ചു, വാസന. ആ വാസന എന്ന് പറയുന്നത് ശിഷ്യന്റെ നാളതുവരെയുള്ള സ്വീകരിച്ചു വച്ചിട്ടുള്ള സംസ്കാരം, അതിന് പ്രയോഗിക്കാൻ ബൗദ്ധികവും മാനസികവുമായിട്ടുള്ള ആ പ്രായോഗിക ശേഷി, അതിന്റെ പ്രയോഗിക്കാനുള്ള ഇച്ഛാശക്തി നല്ലോണം ഉണ്ടെങ്കിൽ സാധന നല്ലതായിട്ട് നടക്കുകയുള്ളൂ. അതെന്ത് പഠിക്കണം? സാധകം ചെയ്യണം. സാധകത്തിലൂടെ നേടുന്നത് ഗ്രഹണപടുത്വം വരുന്നത് എങ്ങനെയാണ്? സംസ്കാരത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ്. പിന്നെന്താണ്? നമ്മളുടെ ശാരീരികം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനശേഷി. അതെല്ലാം എല്ലാവരുടെയും കണ്ണിന് ഒരേപോലെയാണോ കാഴ്ച? അതല്ല, അതൊക്കെ ഇന്ദ്രിയമാണ്. അപ്പൊ 5 ഇന്ദ്രിയങ്ങൾ, അതുപോലൊരു ഇന്ദ്രിയമാണ് ആ മനസ്സ്. അപ്പോൾ അതിന്റെ ഇന്ദ്രിയശേഷി നമ്മളുടെ ബൗദ്ധികമായിട്ടുള്ള എഫിഷ്യൻസി, ഇതിനെയൊക്കെ ഉള്ള സ്വീകരിക്കാനുള്ള ആ ത്വര, അത് ആഹങ്കാരികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇതെല്ലാം കൂടി അനുസരിച്ചിട്ടാണ് പഠനം എന്നുള്ളത് നടക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഗുരുവിലുണ്ട് എന്ന് പറഞ്ഞുവിട്ട് അത് ശിഷ്യനിലേക്ക് പകരാൻ കാര്യമാകുന്നില്ല. ശിഷ്യനിൽ അതുണ്ടെങ്കിലാണ് അത് വാസനയായിട്ട് വരുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് വാസന എന്ന് പറയും. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് പ്രയോഗിക്കുന്നതിന് വേറൊരു ഭാഷയിലാണ് പറയുക. അതിന്റെ മനസ്സിലാണ്ടോ? വാസന എന്നുള്ളതല്ല. അവിടെ അത് കഴിഞ്ഞിട്ട് അത് പഠിപ്പിക്കാനൊക്കെ ഉള്ളത്, എല്ലാവരിലേക്കും പകരാനുള്ള, അതിന് സ്വധർമ്മം എന്നൊക്കെ പറയും. ഇങ്ങനെ പല ഭാഷയിൽ ഒരേ കാര്യം തന്നെ സ്വീകരിക്കുമ്പോഴൊന്ന്, അത് ശരിക്ക് ഉറപ്പിക്കുമ്പോഴൊന്ന്, കൊടുക്കുമ്പോഴൊന്ന്, അതിന്റെ ആന്തരികമായിട്ട് എന്തുകൊണ്ട് കൊടുക്കുന്നു? കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ കൊടുക്കുന്നത്, അതോ വേറെ വല്ല അതിനനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇത് മനുഷ്യനിർമ്മിതമായതുകൊണ്ട് കമ്മ്യൂണിക്കേഷന് വളരെയധികം പ്രശ്നങ്ങളുണ്ടാകും. എന്ന് പറഞ്ഞാൽ പരിമിതം, മനുഷ്യൻ നിർമ്മിക്കുന്ന ആ കഴിവുകളിലുള്ള പരിമിതി കൊണ്ടാണ് ഈ ഭാഷയുടെ പ്രയോഗം തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സിംബൽസ് കൃത്യമായിട്ട് പഠിച്ചുറപ്പിച്ചാൽ മാത്രമേ ഓരോ ശാസ്ത്ര മേഖലയിലും നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എത്ര കൊണ്ട് ഉറച്ച സിംബൽ വരുമോ അത്രയധികം നമ്മുടെ കടുംപിടുത്തം ഉണ്ടായിരിക്കും. അത് മനസ്സിലായി കഴിഞ്ഞിട്ടുള്ളവൻ അതാണ് മനസ്സിലാക്കേണ്ടതെന്ന് ധരിക്കുന്നത് കൊണ്ട്, അത് നമ്മളുണ്ടാക്കിയ താൽക്കാലികമായിട്ടുള്ള സിംബലാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട്, ആ ശാസ്ത്രത്തിന്റെ അതേ വഴിക്ക് പോകാത്തവർ പറയണതെല്ലാം തെറ്റാണെന്ന് ധരിച്ചു പോകും. ഇതാണ് നമ്മളുടെ ശാസ്ത്രജ്ഞന്മാർ എന്ന് നടിച്ചു നടക്കുന്ന ആ ക്വാസി ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള, മനസ്സിലാണ്ടോ? അത് അവിടെയില്ല ഇവിടെയില്ല, പകുതിയായിട്ടുള്ളൂ, പകുതി പോലും ആയിട്ടില്ല. ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നവർക്ക് ഒരു കടുംപിടുത്തവും ഇല്ല. ശാസ്ത്രത്തെ മനസ്സിലാക്കണം. ശാസ്ത്രം മനുഷ്യനുണ്ടാക്കി മാത്രമല്ല, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ളതാണ്. പ്രകൃതിയുടെ ഭാഷ, മനുഷ്യന്റെ ഭാഷ. മനുഷ്യന്റെ ഭാഷകളെ പറ്റി ഇപ്പോൾ ഒരു ധാരണ വന്നു കാണുമല്ലോ. ഇനി നമുക്ക് അടുത്ത ദിവസം നമുക്ക് പ്രകൃതിയുടെ ഭാഷ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇത് മതി. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.